ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. നിർത്താണ്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന മഴയില്ലേ, ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു മഴ, അതാണ് കേട്ടോ ഇവിടെ. അതും മാത്രമല്ല, ഇങ്ങനെ മൂടി കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്കും പൊതുവേ ഒന്നും ചെയ്യാനോ പുറത്ത് പോകാനോ ഒന്നും ഉള്ളൊരു മൂഡില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലേസി ഫീലാണ് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ലേസി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെ പണികളൊന്നും തീരില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിച്ച് തുടച്ച് വാക്കുമൊക്കെ ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പകുതി ഓണായിട്ടോ. പിന്നെ നോക്കുമ്പോൾ റോങ്കുട്ടൻ്റെ അരൂട്ടിയുടെയും ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. അതൊക്കെ മടക്കി ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫേസ് ഒക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് വരാമെന്ന്. ഫേസ് ക്ലീനപ്പ് ഉദ്ദേശിക്കുന്നത് ഫേഷ്യൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് നല്ല മീശയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് നന്നായിട്ടൊക്കെ ഒന്ന് വാക്സ് ഒക്കെ ചെയ്തിട്ട് വന്നു. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയ വെസ്റ്റർമുണ്ട മാളിലുള്ള മേൾ നോർമലിൽ പോയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത്. പോയിട്ട് വന്നിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ കളിക്കാറുണ്ട്, ഞാനും പിള്ളേരും കൂടെ ക്യാച്ച് ദ ബോൾ. അപ്പോൾ അതൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ ഇനി കാണാം കേട്ടോ. ഇന്ന് ആക്ച്വലി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം ആകെ ഒരു മൂടിക്കെട്ടി അവസ്ഥയായിരുന്നു എനിക്ക്. ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാവിലെ തന്നെ പിള്ളേരെ റെഡിയാക്കി, ഐറൂട്ടിക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഭരതനാട്യത്തിൻ്റെ, അപ്പോൾ അതിന് കൊണ്ടാക്കി. പിന്നെ വന്നിട്ടാണെങ്കിലും ആകെ ഒരു മൂടിയ അവസ്ഥയായിരുന്നു. കാരണം 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര മഴയല്ല, പക്ഷേ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലത്തെ ഒരു ഇങ്ങനെ ചാറൽ മഴയായിരുന്നു, കണ്ടിന്യൂസ് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താ പറയുക, നമുക്ക് പുറത്ത് പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ മൊത്തം മൂടി കെട്ടിയൊരവസ്ഥ, ഇരുളിമ അല്ലേ. എനിക്ക് ഒന്നാമത് ഡാർക്ക്നെസ് ഇഷ്ടമല്ല, അതെനിക്കിങ്ങനെ ബ്രൈറ്റ് ആയിട്ടിരിക്കണം എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു ഇന്ന് മൊത്തം. അപ്പോൾ എന്തായാലും ഇപ്പം ഞാനൊന്ന് ഓൺ ആയിട്ടുണ്ട്. കാരണം എന്താ പറയുക, കുറച്ച് ക്ലീനിങ്ങും കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ എനിക്ക് എന്നെ ഓണാക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, വെറുതെ ഇരിക്കുമ്പം ചെയ്യാൻ, അത് വെറുതെ ഇരിക്കുമ്പോൾ ഇൻ ദ സെൻസ് ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആകെ ടയേർഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാനൊന്ന് ഓണായി. പിന്നെ ഒന്ന് പുറത്ത് പോയി ത്രെഡിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറച്ചുകൂടെ ഓണായി. അപ്പം ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫോ നടന്നില്ല, എന്നാൽ പിന്നെ ഒരു കുട്ടി ഈവനിങ് റുട്ടീൻ ആക്കാമെന്ന്. സാറ്റർഡേ ഇന്നിപ്പോൾ എനിക്ക് നൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നൈറ്റ് ഇല്ലാത്തൊരു സാറ്റർഡേ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ആക്ച്വലി നൈറ്റ് ഇല്ലാത്ത ഫ്രൈഡേ ആയിരുന്നെങ്കിൽ ഫ്രൈഡേ ആണ് നമ്മൾ മൂവി നൈറ്റ് വെക്കുക. പക്ഷേ എനിക്ക് ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഒരാഴ്ചത്തെ മൂവി നൈറ്റ് നമ്മൾ ഇന്നത്തേക്കാണ് കേട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ ഫ്രൈഡേയും സാറ്റർഡേയും എനിക്ക് നൈറ്റ് ഉള്ളപ്പം നമ്മൾ സൺഡേ ആണ് അത് ചെയ്യുക. പക്ഷേ സൺഡേ നമ്മൾ നൈറ്റിലേക്ക് വെക്കില്ല, ഉച്ചയ്ക്കാണ് പള്ളിയിലത്തൊക്കെ കഴിഞ്ഞ് വന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂവി വെക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരാഴ്ചയിലെ മൂവി ടൈം എന്ന് പറയുന്നത്. ആഴ്ചയിലൊരു ദിവസമാണ് അത്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എൻ്റെ ഷിഫ്റ്റ് അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും റോയിച്ചൻ വിളിച്ച് പറഞ്ഞു റോയിച്ചൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയെന്ന്. അപ്പോൾ ഞാൻ വെച്ച് വേഗം ചായയൊക്കെ വെച്ച് സെറ്റായിട്ടിരിക്കാം. കാരണം റോയിച്ചൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച് പറയുന്നതാണ് പത്തരിയും കോഴിക്കറിയും കഴിക്കണമെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ പത്തരി കോഴിക്കറി എന്ന്. അപ്പോൾ അങ്ങനെ പത്തരിയും പിന്നെ ചിക്കൻ കറിയാണ് മേടിച്ചിട്ട് വന്നിരിക്കണേ. അപ്പോൾ അത് നമുക്ക് പത്തരി ഫ്രോസൺ ആണ് കേട്ടോ, അത് നമുക്ക് ചൂടാക്കണം. പിന്നെ ചിക്കൻ കറിയാണോ ചിക്കൻ വറുത്തരച്ചതാണോ അതോ ചിക്കൻ റോസ്റ്റഡ് ചിക്കൻ ആണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. റോയിച്ചൻ വന്നതിന് ശേഷം മാത്രമേ അതെനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനും അത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പണ്ട് 10th വരെ എൻ്റെ കൂടെ പഠിച്ച ഫൗസിയ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരി ഉണ്ടായി എനിക്ക്. അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ ഉമ്മച്ചിയാണ് കേട്ടോ എനിക്ക് പത്തരിയും കോഴിക്കറിയും ആദ്യമായിട്ട് തരുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടെന്നല്ല, ഞാൻ അവിടെ നിന്ന് മാത്രമേ പത്തരിയും കോഴിക്കറിയും കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ പത്തരിയും കോഴിക്കറിയുടെയും കാര്യം റോയിച്ചൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫൗസിയനെ ഓർത്തത്. ഫൗസിയ, നീ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഐ മിസ് യു ഡേ. ഇതാ റോയിച്ചൻ വന്നിട്ടുണ്ട്. എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. എനിക്കാണെങ്കിൽ ആകാംക്ഷ കാരണം ഉണ്ടല്ലോ, എന്താണെന്ന് അറിയാഞ്ഞിട്ടൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ലെറ്റ്സ് ഗോ. എന്താ കൊണ്ടുവന്നേക്കണേ? ചക്കയോ? ചിക്കൻ വറുത്തരച്ചതാണല്ലോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചിക്കൻ വറുത്തരച്ചത്, അത് തന്നെയാണ് കൊണ്ടുവന്നേക്കണേ. റോയിച്ചൻ ചിക്കൻ റോസ്റ്റഡ് ചിക്കൻ എന്നെന്തോ പറഞ്ഞായിരുന്നു, പക്ഷേ അത് മേടിച്ചില്ല. എനിക്ക് വേണ്ടി വറുത്തരച്ച ചിക്കൻ കറി തന്നെ മേടിച്ചു. ലെറ്റ്സ് ഗോ. ഇതാണ് കേസ് ഞാൻ പറഞ്ഞ പത്തരി. ഇത് ഓൾറെഡി ഫുള്ളി കുക്ക്ഡ് ആണ്, പക്ഷേ ഫ്രോസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി ഒരു 2 minutes. റോണും ആയാലും ഐറും ആയാലും പത്തിരി ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ലാത്തത് കൊണ്ട് അവരത് കഴിക്കുമല്ലോ നമുക്കറിയില്ല. പിന്നെ അതുകൊണ്ട് ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇൻ കേസ് അവർ കഴിച്ചില്ലെങ്കിൽ
പിന്നെ റോൺ ഓൾറെഡി കണ്ടിട്ട് പറഞ്ഞു അത് വേണ്ട, ചപ്പാത്തി മതിയെന്ന്. പിന്നെ അവന് വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെ ചപ്പാത്തിയാണ് കേട്ടോ കുറച്ചുകൂടെ ഇഷ്ടം. 7:30 ഡിന്നർ കഴിയും ഞങ്ങളുടെ. പിന്നെ പ്രാർത്ഥിച്ച് പിള്ളേർ കിടക്കും ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. ഞാൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ജോലിക്ക് പോവും, അല്ലാത്തപ്പോൾ അവരുടെ കൂടെ ഞാനും കിടന്നങ്ങ് ഉറങ്ങും. അതൊക്കെയാണ് നമ്മുടെ നോർമൽ റുട്ടീൻ കേട്ടോ. ഫ്രോസൺ ആയിരുന്നതുകൊണ്ട് തന്നെ അതിന് വെള്ളമയം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് അത് ഒട്ടിയിരിക്കണു. നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നാട്ടിൽ കണ്ട അതേ പത്തിരിയോ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. എനിക്ക് ഫൗസിയുടെ ഉമ്മച്ചി ഉണ്ടാക്കി തന്ന പത്തിരി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയത് ഞാനിപ്പോൾ ഓർക്കണില്ല. ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കൂടെപ്പടി നിങ്ങളിങ്ങനെ കണ്ട സ്ഥിതിക്ക് ഞാൻ ഉണ്ടാക്കിയതല്ലെന്ന് നിങ്ങൾക്കറിയാലോ. Do you guys want to try? Try Rono. Give me some of it, please. Only a It's very thin and very yummy. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. Try it. Okay, can I get the curry? ട്രൈ ചെയ്ത് നോക്ക്. അമ്മ എടുത്തു തരാം. I want a little bit of chicken. തരാം. I like this curry. Do you want the curry or the chicken? Chicken only. Chicken only. Okay, when I take it, I'll give it to you. ഒന്ന് സൂപ്പറാ. വായിലിടുമ്പോൾ അങ്ങ് അലുത്ത് വേണം. I want chicken. സാധാരണ ശനിയാഴ്ചകളിലല്ല, ഞാൻ തിങ്കളാഴ്ചകളിലാണ് ഈ ഒരു പരിപാടി ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ റോസിൻ്റെ മുഖമൊക്കെ ഞാൻ നോക്കിയപ്പോൾ വെയിലത്ത് വാടിക്കരിഞ്ഞ്, അല്ല ഈ ഒരാഴ്ച കാര്യം 2 ദിവസമായിട്ട് മഴയായിരുന്നെങ്കിലും അതിക്ക് മുന്നേ 2-3 ദിവസം ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വാടിക്കരിഞ്ഞിരിക്കുന്ന റോസിൻ്റെ സൺടാനൊക്കെ മാറ്റി കൊടുക്കാൻ ഞാൻ തേക്കുന്ന അതേ മാസ്ക് ഒക്കെ കൊടുക്കാമെന്ന്. റോസിന് സാധാരണ എനിക്ക് അങ്ങനെ നിന്ന് തരാറില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ പേടിയാണ് പുള്ളിക്ക്. കാരണം പണ്ട് ഞാൻ ഒരിക്കൽ പരീക്ഷിച്ചിട്ട് അല്ല അങ്ങനെയല്ല, ഇത് ഞാൻ എല്ലാ തിങ്കളാഴ്ച എൻ്റെ മുഖത്തേക്ക് ധൈര്യമായിട്ട് തേച്ച. ഇത് നമ്മുടെ കടലമാവും പിന്നെ കോലരക്കും പിന്നെ മഞ്ഞൾപ്പൊടി, തേന്, കാപ്പിപ്പൊടി, പിന്നെ തൈര്, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് എടുത്ത പേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ എല്ലാ ആഴ്ചയും എല്ലാ തിങ്കളാഴ്ച എൻ്റെ മുഖത്ത് തേക്കാറുണ്ട്. ദൈവമേ മിനിച്ചേക്കണേ. ആ മതി, വെളുത്തത് മതി. റോയിച്ചും പറയാം മൈമിൽ ആൾക്കാർ പെയിന്റ് ചെയ്യില്ല, അതേപോലെ ഉണ്ടെന്ന്. ഇനി എൻ്റെ ടേൺ. ഞാൻ തേച്ചിട്ട് തരാട്ടാ. ഞാനും വന്നല്ലോ എന്നൊക്കെ. എന്തായാലും ഇതാ 10 മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ലേ ഗൈസ്? നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിവേസ് ഇനിയിപ്പോൾ നമ്മൾ വേഗം ഈശ വരയ്ക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വേഗം പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണിലെ പണികളെല്ലാം തീർത്തു. ഇപ്പോൾ ദേ റോയ്സിനും പിള്ളേരും കൂടെ അവിടെ ക്യാച്ച് ദ ബോൾ കളിക്കുക. നമ്മൾ എല്ലാ ദിവസവും രാത്രി പ്രയറിന് മുന്നേ, അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ക്യാച്ച് ദ ബോൾ കളിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ ഇരുന്നിട്ട് ബോൾ അങ്ങോട്ട് എറിഞ്ഞ് ആർക്ക് പിടിക്കാൻ പറ്റാത്തതുണ്ടോ അത് ആ ആൾ ഔട്ട്. അങ്ങനെ പിടിക്കുന്നവരെല്ലാം ജയിച്ച് അങ്ങനെ അവസാനം ആരാണോ ജയിക്കുന്നത് അവർ ജയിച്ചു, അത്ര തന്നെ. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തർക്ക് നമ്മൾ അവസരം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം റോണുവാണെങ്കിൽ പിറ്റത്തെ ദിവസം ആയിരം, അങ്ങനെ നമ്മൾ അവസരങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ പിള്ളേർക്ക് മനഃപൂർവ്വം തന്നെ, അവരെ ഒന്ന് ഹാപ്പി ആക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവരത് അവിടെ കളിക്കുന്നുണ്ട്. ഞാനും പോയി ഇനി ഒരു 5 മിനിറ്റ്സ് ജോയിൻ ചെയ്യട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഈശോ വരച്ചിട്ട്, അതായത് പ്രാർത്ഥിച്ചിട്ട് മൂവി നൈറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ബേസിക്കലി നമ്മൾ വൈകിട്ട് കളിച്ച അതേ ഗെയിം തന്നെയാണ് കേട്ടോ. റോയ്സിനും കൂടെ വരുമ്പോൾ നമ്മൾ രാത്രി കുറച്ച് നേരം റോയ്സിനും ചേർന്ന് നമ്മൾ 4 പേരും കൂടെ കളിക്കാറുണ്ട്. ഒരു ഫാമിലി ഗെയിം പോലെ. ഇനി ഫാസ്റ്റ് ആക്കണേ. ആദ്യം നമ്മൾ സ്ലോലി ബോളിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫാസ്റ്റ് ആക്കും കേട്ടോ. റോഡ് ഔട്ട് ഇന്ന്. ഓക്കെ, ആയിരൂൻ്റെ സന്തോഷം നോക്കിയേ. ആയിരു നോർമലി ആദ്യം ഔട്ടാവണേ. ആയിരം പോയി. പപ്പയാവേ You lost it. Start over. അമ്മ പോയി. പപ്പ വെച്ചൂടെ. ഓക്കെ, കളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫാമിലി പ്രയറിന് പോവാണ്. അതായത് നമ്മൾ പ്രയർ ചെയ്യാൻ പോവാണ്. പ്രയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൂവി നൈറ്റ്. അപ്പോൾ അന്നേരം കാണാം കേട്ടോ. ബൈ. പിന്നെ
അപ്പോൾ ഇതാ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ചെറിയൊരു ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു, റോണുവിനെ കുറച്ച് പഠിപ്പിച്ച് നാളെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മൂവി നൈറ്റിന് താഴെ വന്നേക്കാണ്. നമ്മുടെ ഹോം തിയേറ്ററിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടം ഏതാണ് ചായ? ആലപ്പുഴ ജിംഖാന. കുറെ നാളുകൊണ്ട് റോയിച്ച ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് കേട്ടോ, ആലപ്പുഴ ജിംഖാന കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നലെയല്ലേ വന്നത്? മിനിങ്ങാന്നല്ലേ? ഇന്നലെ 13 ആണ് പറഞ്ഞത്. പക്ഷെ നാട്ടില് 13 എന്ന് പറഞ്ഞാൽ നമുക്ക് 12th വരും കേട്ടോ. കാരണം നാട്ടില് 12 o'clock, ഇവിടെ 12th ഉച്ചയ്ക്ക് 12 o'clock. അപ്പൊ 12th നമുക്ക് കിട്ടി ആലപ്പുഴ ജിംഖാന. പക്ഷെ ഞാൻ ജോലിയായിരുന്നു 12th 13th ഒക്കെ. അപ്പൊ അതുകൊണ്ട് 14th നമ്മൾ കാണാൻ പോവാണ് ആലപ്പുഴ ജിംഖാന. കണ്ടോ കണ്ടിട്ട് വരാട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സാറ്റർഡേ റുട്ടീൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ സിനിമ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.